ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മധുരത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പഴന്നൂർക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. 4 കാണിച്ചാലും 2 കൊണ്ടേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മുഴുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. 2 3 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് വട്ടത്തിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. അല്ലാതെ നമുക്കിതൊരു 3 കഷ്ണം 4 കഷ്ണമൊക്കെ ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ ഇങ്ങനെ വട്ടത്തിൽ എടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഈ ഒരു മുഴുപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എന്താ ഇങ്ങനെ കുഞ്ഞായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ പഴം ഒന്ന് വെന്തെടുക്കാനാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വലുതാക്കാതെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊണ്ട് തന്നെയും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ വെള്ളം ഒന്ന് പറ്റി വരേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ പഴമൊക്കെ റെഡിയാകും. നമ്മുടെ പഴമൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. 3 4 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇതിലെ ജലാംശമൊക്കെ നന്നായിട്ട് പറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ബനാന ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളവും ഈ ശർക്കരപ്പാനി നന്നായിട്ട് കിടന്ന് കുറുകി വരണം കേട്ടോ. ഇനി മൂടി വയ്ക്കുകയൊന്നും വേണ്ട, തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയോ ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പൊടിച്ചില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകം കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ശർക്കര നന്നായിട്ടൊന്ന് പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വരണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ആ നെയ്യുടെയും നമ്മളിട്ട് ജീരകത്തിൻ്റെയും ശർക്കരയുടെയും ഒക്കെ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, അതുകൊണ്ട് എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പഴത്തിലേക്ക് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.